രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് കേരയിൽ പദ്ധതി. അത് തുടക്കഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും അതിനുവേണ്ടി ആവർത്തിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ യാത്രാക്ലേശം പരിഗണിക്കുക, യാത്രാവേഗം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സിൽവർ ലൈൻ പദ്ധതി അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ DPR തുടങ്ങുന്നത് തന്നെ. DPR ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല, അത് രഹസ്യരേഖയാണ്, സംരക്ഷിക്കേണ്ട രേഖയാണ്. അത് പുറത്തുവിട്ടാൽ ആ പദ്ധതിയെ തന്നെ മറിക്കും എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ സർക്കാർ വേർഷനായി തന്നെ രംഗത്ത് വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് പുറത്തുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തുകയായിരുന്നു. കാരണം നിയമസഭയിൽ നടന്ന അൻവർ സാദത്ത് MLA യുടെ ആവശ്യമൊക്കെ വന്നതുമാണ്. DPRൽ എന്തൊക്കെയാണ് ഉള്ളത് പ്രധാനമായും എന്നുള്ളതാണ് നമ്മൾ വളരെ വേഗത്തിൽ നോക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പൗരപ്രമുഖരുടെ അടക്കം യോഗം ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇതിലുള്ളത്. അതെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതി വളരെ വേഗത്തിൽ 4 മണിക്കൂർ വേഗം കൊണ്ട് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത്. 529.45 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ കേരയിൽ എന്ന് പറയുന്ന സിൽവർ ലൈൻ ഉള്ളത്. ആകെ ദൂരം 525.4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും എത്താൻ കഴിയും എന്നുള്ള പ്രത്യേകതയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാനായി സർക്കാർ പറയുന്ന ഒരു കാര്യം. 2025-26 വർഷത്തിൽ ഇത് യാഥാർത്ഥ്യമാകും, കമ്മീഷൻ ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് ഈ DPRൽ തന്നെ പറയുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി 2025-26 വർഷത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാം എന്നുള്ളതാണ്. പദ്ധതി ചെലവ് നേരത്തെ 1 ലക്ഷം കവിയും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും DPR പ്രകാരം പറയുന്നത് 63,940.67 കോടി രൂപയാണ്. ഇതിൻ്റെ സാമ്പത്തിക ചെലവാണ് ഏറ്റവും ഭീമമായി കേരളത്തിന് കടക്കെണിയിലാക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷമടക്കം വിമർശനം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൻ്റെ സാമ്പത്തിക ചെലവാണ്. അതാണ് ഇപ്പോൾ പറയുന്നത്. രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരിക്കും ഈ കേരളിൻ്റെ സർവീസ് ഉണ്ടാവുക എന്ന് കൂടി DPR പറയുന്നു. സ്റ്റേഷൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. 9, 12, 15 ഇങ്ങനെയായിരിക്കും ഈ എണ്ണമുള്ള ബോഗി ട്രെയിനുകളായിരിക്കും ഉണ്ടാവുക. 9, 12, 15 ബോഗി. പരമാവധി 1130 യാത്രക്കാരായിരിക്കും ഒരു ട്രെയിനിൽ ഉണ്ടാവുക എന്നുകൂടി DPR പറയുന്നുണ്ട്. അങ്ങനെ കൃത്യം ഓരോ വിവരങ്ങളും കൃത്യമായി തന്നെ പറയുകയാണ്. ആദ്യ വർഷം പ്രതീക്ഷിക്കുന്നത് 6.5 ലക്ഷം യാത്രക്കാർ. അപ്പോൾ കൂടുതൽ ആളുകൾ ആദ്യ വർഷത്തിൽ തന്നെ കേരളയിൽ ഉപയോഗിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ പഠനം പങ്കുവെക്കുന്നത്. യാത്രാ നിരക്ക് കിലോമീറ്ററിന് 2.75 രൂപയാണ് കിലോമീറ്ററിന് വരുന്നത്. അങ്ങനെ കൂട്ടുമ്പോഴാണ് ഏകദേശം 1400 രൂപ ഈ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കായി ചെലവ് വരുന്നത്. 11 സ്റ്റേഷനുകളാണ് കേരളത്തിൽ, 11 സ്റ്റേഷനുകളാണ് കേരളയിൽ ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എങ്ങനെയാണ് ആ സ്റ്റേഷന്റെ സ്വഭാവം എന്ന് കൂടി പറയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ഭൂഗർഭ സ്റ്റേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നു. 11 സ്റ്റേഷനിൽ കോഴിക്കോടായിരിക്കും ഭൂഗർഭ സ്റ്റേഷൻ. കൊച്ചുവേളി, എറണാകുളം, തൃശൂർ സ്റ്റേഷനുകൾ ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിർമ്മാണ സമയത്ത് തന്നെ ഭൂനിരപ്പിൽ നിന്ന് ഉയർന്ന രീതിയിലായിരിക്കും ആ സ്റ്റേഷനുകൾ നിർമ്മിക്കുക. അത് ഏത് ഭാഗത്താണ് വരിക എന്നതുകൂടി പറയുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ കേരളവുമായി ബന്ധിപ്പിക്കും ആദ്യഘട്ടത്തിൽ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെടുമ്പാശ്ശേരി ഒരു പ്രധാന ലൊക്കേഷനാണ്. ആ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി തന്നെ കേരളിനെ ബന്ധിപ്പിക്കുകയും ചെയ്യും. ഒപ്പം ഇതിൻ്റെ ഭാവി പദ്ധതികൾ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ട്രെയിനുകൾ കൂടി ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. വിദേശത്തെ സമാനമായ പദ്ധതികളടക്കം പഠന വിധേയമാക്കിക്കൊണ്ടാണ് ഈ DPR തയ്യാറാക്കിയത് എന്ന് ആമുഖത്തിൽ തന്നെ കമ്പനി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ട്രെയിനുകൾ കൂടി അതിൻ്റെ ഭാവിയിൽ ഇതിൻ്റെ ഭാഗമാകും എന്ന ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നു. ഒപ്പം കൊങ്കൺ മോഡൽ റോറോ സർവീസും ഈ വിധം തയ്യാറാക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ കേരളയിൽ ഈ പഠനത്തിൽ DPRൽ പറയുന്നുണ്ട്. അപ്പോൾ ചരക്ക് നീക്കം വളരെ വേഗത്തിൽ സുഗമമാക്കുക എന്നുള്ളത് യാത്രാ സൗകര്യം മാത്രമല്ല, ചരക്ക് നീക്കവും വളരെ വേഗത്തിൽ, അതിനും യാത്രാവേഗം കൂട്ടുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കേരളയിൽ വരുന്നതോടുകൂടി കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ DPR പങ്കുവയ്ക്കുന്നത്. അപ്പം കേന്ദ്രീകൃത വർക്ക്ഷോപ്പ് കൊല്ലത്തായിരിക്കും ഇതിൻ്റെ ഒരു കേന്ദ്രീകൃതമായ വർക്ക്ഷോപ്പ് ഉണ്ടാവുക. ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ പ്രധാനപ്പെട്ട വർക്ക്ഷോപ്പ് കൊല്ലത്തായിരിക്കും ഉണ്ടാവുക. പരിശോധനാ കേന്ദ്രം കാസർഗോഡ്. ഇങ്ങനെയാണ് ആ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. കേന്ദ്രീകൃത വർക്ക്ഷോപ്പ് കാസർഗോഡും പരിശോധനാ കേന്ദ്രം കാസർഗോഡുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിരവധി സമരകേന്ദ്രങ്ങൾ, സമരവേദികൾ ഉണ്ടായിക്കഴിഞ്ഞു. എങ്ങനെ ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കും, ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള നഷ്ടപരിഹാരം, സർക്കാരിന് ഏറ്റവും വെല്ലുവിളിയാകാൻ പോകുന്നതും ഇതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്നത് തന്നെയാണ്. ഈ DPRൽ പറയുന്നത് പരമാവധി ജനവാസയോഗ്യമായിട്ടുള്ള ഭൂമികൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ 1383 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും എന്ന് ഈ DPR പ്രകാരം
പറയുകയാണ്. അതിൽ തന്നെ 1198 ഹെക്ടർ സ്വകാര്യ ഭൂമിയായിരിക്കും എന്നുകൂടി ഈ DPRൽ പറയുന്നുണ്ട്. 6100 കോടി രൂപയുടെ സ്വകാര്യ ഭൂമിയാണ് അങ്ങനെ വരുന്നത്. നഷ്ടപരിഹാരമായി 6100 കോടി രൂപ കൊടുക്കേണ്ടി വരും. അതിൽ 185 ഹെക്ടർ ആയിരിക്കും റെയിൽവേയുടെ ഭൂമിയായി വരിക. അത് റെയിൽവേയുമായി ഇനി കരാറിലെത്തേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതിന് 975 കോടി രൂപയാണ് മൂല്യം വരുന്നത്. ഇങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കലിനുള്ള തുക നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് 4460 കോടി രൂപ നഷ്ടപരിഹാരം ഇനത്തിൽ തന്നെ നൽകേണ്ടി വരും. അതായത് സ്വകാര്യവും റെയിൽവേയും കൂടി തന്നെ 4460 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നൽകേണ്ടി വരും. പിന്നീട് നെൽപ്പാടങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതി. നെൽപ്പാടങ്ങളൊക്കെ പരമാവധി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക. പരിസ്ഥിതിക്ക് യാതൊരു വിധത്തിലും ദോഷമുണ്ടാക്കില്ല എന്നൊക്കെ ആവർത്തിച്ച് മുഖ്യമന്ത്രിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നെൽപ്പാടങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതി ഉണ്ടാകും എന്നുകൂടി DPRൽ പറയുന്നുണ്ട്. ഒപ്പം ഓഫീസ് സംവിധാനം, പ്രത്യേകിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുണ്ട്, അതൊക്കെ പാലിക്കണം. അവിടെ പരിശോധനകൾ വേണം, ഭൂമി അളക്കുന്ന നടപടികളൊക്കെ വേണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഓഫീസ് സംവിധാനം ഒരുക്കാൻ പോവുകയാണ്. അതൊക്കെ പ്രാരംഭമായി നടക്കേണ്ട നടപടികളാണ്. ഒപ്പം പാതയുടെ 30 മീറ്റർ പരിധിയിൽ മറ്റ് നിർമ്മാണങ്ങൾ പാടില്ല എന്നുകൂടി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ 30 മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ആ ഭൂമി കൂടി ഏറ്റെടുക്കേണ്ടി വരും. 30 മീറ്റർ നിർമ്മാണ പരിധി എന്ന് പറയുമ്പോൾ അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ കൂടി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇനി തുടങ്ങാൻ കഴിയില്ല എന്നുകൂടി DPRൽ പറയുന്നുണ്ട്. 10 ആരാധനാലയങ്ങൾ പൊളിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ ഇടങ്ങളിലൂടെയാണ് ഈ പാത കടന്നു വരുന്നത്, അതിൻ്റെ ഭാഗത്തുള്ള പൊളിക്കേണ്ട ആരാധനാലയങ്ങൾ, മറ്റിടങ്ങളൊക്കെ സചിത്ര സഹിതം തന്നെ ഈ DPRൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 10 ആരാധനാലയം, അതിൽ 3 ക്ഷേത്രങ്ങളുണ്ട്, ഒരു ചർച്ചുണ്ട്, 6 പള്ളിയുണ്ട്. ഇങ്ങനെ 10 ആരാധനാലയങ്ങൾ ഇതിൻ്റെ ഭാഗമായി പൊളിക്കേണ്ടി വരും എന്ന ഒന്നാണ് ഇപ്പോൾ ആകാശ സർവേയിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. പരിസ്ഥിതിക്ക് ഇത് എങ്ങനെ ദോഷമുണ്ടാക്കും എന്നുള്ളതാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലും ഈ പദ്ധതിക്ക് എതിരാക്കിയിട്ടുള്ളത്. ഇത് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല, ഇത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കും എന്നാണ് അവരൊക്കെ ആവർത്തിച്ച് പറയുന്നത്, പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറയുന്നത്. പക്ഷേ സർക്കാർ പറയുന്നൊരു കാര്യം പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ DPRൽ സർക്കാർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പഠനം പറയുന്നുണ്ട്. നിർമ്മാണ ഘട്ടത്തിൽ പാരിസ്ഥിതിക ആഘാതമുണ്ടാകും, പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കൃത്യമായി തന്നെ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നിർമ്മാണ സമയത്ത് നമുക്കറിയാം വലിയ രീതിയിൽ മണ്ണ് എടുക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. നീരൊഴുക്ക് തടസ്സപ്പെടും, വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുണ്ട്, ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും നിലവിലെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ അടിക്കടി ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കേരളത്തിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. സ്വാഭാവികമായും DPR പറയുന്നത് പ്രകാരം നിർമ്മാണ സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കേരളത്തിൻ്റെ DPRൽ തന്നെ ഉള്ളത് ഒരുപക്ഷെ സർക്കാരിന് കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. പക്ഷേ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നിർമ്മാണ സമയത്ത് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകൂ, നിർമ്മാണം കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ DPRൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. അങ്ങനെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായി വരുന്നത്. ഏകദേശം 3000-ലധികം പേജുകൾ വരുന്ന DPR ആണ്, വിശദമായ പദ്ധതി രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് സർക്കാർ ഇത് രഹസ്യമായി വച്ചു എന്നുള്ളതിനുള്ള ഉത്തരം ഒരുപക്ഷേ ഇതിൻ്റെ കൂടുതൽ വായനയിലേക്ക് പോകുമ്പോഴായിരിക്കും ആളുകൾക്ക് മനസ്സിലാവുക. പ്രതിപക്ഷമടക്കം ഇപ്പോൾ പറയുന്നത് ഇത് സർവേ നടത്തിയ ആൾ തന്നെ തട്ടിക്കൂട്ട് സർവേ എന്ന് പറഞ്ഞൊരു സർവേ ആണ്, അതുകൊണ്ട് ഈ സർവേ വിശ്വസിക്കുന്നില്ല. ഇത് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് പുറത്തുവിട്ടതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാവരും ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വായിച്ചു വരികയാണ്. 3000-ലധികം പേജുകളുണ്ട്, 6 വാള്യങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി അതിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴായിരിക്കും എന്താണ് സർക്കാർ ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. സർക്കാരിന് വലിയ പ്രതീക്ഷയാണുള്ളത്. ഏകദേശം 6 ലക്ഷത്തോളം യാത്രക്കാരുണ്ടാകും, കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷ പുലർത്തിക്കൊണ്ടാണ് സർക്കാർ എന്തായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്.